ഒരു വാർത്ത വരുന്നു. നടൻ കലാഭവൻ നവാസ് അന്തരിച്ചു. ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് വിവരം. സിനിമാ ഷൂട്ടിങ്ങിനായിട്ടാണ് കലാഭവൻ നവാസ് ചോറ്റാനിക്കരയിൽ എത്തിയത്. റിയ വിവരങ്ങളുമായിട്ടാണ്. റിയ, ഇത് എന്തുപറ്റി, എന്താണ് സംഭവം? ദിനേഷ്, അല്പസമയം മുമ്പാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. ചോറ്റാനിക്കരയിൽ ഒരു സിനിമ ചിത്രീകരണത്തിന്റെ ഭാഗമായി നവാസ് അടക്കമുള്ളവർ എത്തിയിരുന്നു. മല്ലിക സുകുമാരനൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടെത്തിയതാണ്. വൃന്ദാവൻ ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു. ഈ ചെക്കൌട്ടിന്റെ സമയമായിട്ടും നവാസിനെ പുറത്ത് കാണാത്തതിനെ തുടർന്ന് ഹോട്ടലിലെ ജീവനക്കാരാണ് മുറി തുറന്ന് അകത്ത് കയറിയത്. അപ്പോഴാണ് കട്ടിലിന് താഴെയായി ബോധരഹിതനായി കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ ചോറ്റാനിക്കരയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഈ ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രിയിലെത്തി അത് ഉറപ്പിക്കുകയും ചെയ്തു. ചോറ്റാനിക്കര പോലീസ് അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ഹൃദയാഘാതമായിരിക്കാം മരണകാരണം എന്നതാണ് പ്രാഥമികമായി സംശയിക്കുന്നത്. മറ്റു പരിശോധനകളും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടിവരും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചോറ്റാനിക്കരയിൽ സിനിമയുടെ ചിത്രീകരണം നടക്കുകയായിരുന്നു. പ്രകമ്പനം എന്നാണ് ആ സിനിമയുടെ പേരെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായി എത്തിയതായിരുന്നു കലാഭവൻ നവാസ് അടക്കമുള്ളവർ. അതിനുശേഷം ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരികെ പോകാനിരിക്കെയാണ് ദാരുണമായി വാർത്ത വരുന്നത്. നമുക്കറിയാം, ഒരുപാട് സിനിമകൾ നവാസിന്റേതായുണ്ട്. ഒപ്പം തന്നെ പാട്ടുകൾ, മിമിക്രിയിലൂടെ കടന്നു വന്ന താരമാണ്. ടെലിവിഷൻ പരിപാടികൾ, സീരിയലുകൾ, അങ്ങനെ നിരവധി ചിത്രമുണ്ട്. ജൂനിയർ മാൻഡ്രേക്ക് അടക്കമുള്ള, മാട്ടുപ്പെട്ടി മച്ചാൻ അടക്കമുള്ള എത്രയോ സിനിമകളിലൂടെ വന്നതാണ്. ഏറ്റവും അവസാനമായി ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ മികച്ച പ്രകടനം കലാഭവൻ നവാസ് കാഴ്ചവെച്ച സിനിമയാണ്. എന്തായാലും അപ്രതീക്ഷിതമായ വാർത്തയാണ്. കാരണം സിനിമയുടെ ചിത്രീകരണത്തിനായി എത്തി ആ ചിത്രീകരണം കഴിഞ്ഞ് മടങ്ങാനിരിക്കെയാണ് ദാരുണമായി വാർത്ത പുറത്തു വരുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ, ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. ബന്ധുക്കൾ അടക്കമുള്ളവർ അവിടേക്ക് എത്തുന്നതേയുള്ളൂ. ഏതാണ്ട് അരമണിക്കൂർ സമയമായതേ ഉള്ളൂ ഈ വിവരം അറിഞ്ഞിട്ട്. സിനിമയുടെ അണിയറ പ്രവർത്തകർ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് എന്തെങ്കിലും പറഞ്ഞോ? അപ്പൊ നമുക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടിവരുന്നേ ഉള്ളൂ എങ്കിലും. ദിവിഷ്, ഈ ഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നത് വ്യക്തമല്ല. ഇത് കുഴഞ്ഞു വീണ് കിടക്കുകയായിരുന്നു എന്നത് മാത്രമാണ് ഹോട്ടലിലെ ജീവനക്കാർ പോലീസിനെ അറിയിച്ചത്. അപ്പോൾ തന്നെ അവർ സമീപത്ത് തൊട്ടടുത്തുള്ള ടാറ്റ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ എത്തി പരിശോധിച്ചപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്. ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട്. തൊട്ട് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ചിത്രത്തിൽ അഭിനയിക്കുകയും തിരികെ വരികയും ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്നതിൽ വ്യക്തതയില്ല. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഹൃദയാഘാതമായിരിക്കാം എന്നത് പോലീസ് അടക്കം സംശയിക്കുന്നത്.